കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ ഒരു പുസ്തകം ഒരു പുതിയ ലോകം എന്ന നാമത്തിൽ വായനാ ദിനം ആചരിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആപ്തവാക്യം പകർന്നു തന്ന അക്ഷരഗുരു PN പണിക്കർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സലില സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ പ്രൊഫസർ P പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. വായനയുടെ വിവിധ തലങ്ങളെക്കുറിച്ചും ജീവിതോന്മനത്തിൽ വായനയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. കുട്ടികളുടെ നൃത്താവിഷ്കാരത്തോടെ ആരംഭിച്ച വായനാദിന പരിപാടിയിൽ കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയും കവയിത്രിയും വനിതാ സാഹിതി പ്രസിഡന്റുമായ സിന്ധു K മുഖ്യ അതിഥിയായി പങ്കെടുത്തു. നമ്മുടെ കായംകുളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്. ഇവിടെ വരാനും നിങ്ങളോട് സംവദിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നത് ഒരു വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ എൻ്റെ മുന്നിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. ദ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഓഫ് ദ യൂത്ത് ആർ ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദിസ് എർത്ത്, അണ്ടർ ദ എർത്ത് ആൻഡ് എബോവ് ദ എർത്ത്. അപ്പൊ നിങ്ങളുടെ ക്ലാസ് മുറികളിൽ ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ആണ്. പ്രകാശം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, പരത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സാണ്, യുവതലമുറകളാണ്. നിങ്ങളാണ് ഈ ഭൂമിക്കകത്തും പുറത്തും ഭൂമിക്ക് മുകളിലും ഒക്കെയുള്ള ഏറ്റവും വലിയ വിഭവം, ഏറ്റവും വലിയ റിസോഴ്സ് നിങ്ങളാണ്. ശ്രീനാരായണ സാംസ്കാരിക സമിതി ജോയിന്റ് സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ, വൈസ് പ്രിൻസിപ്പൽ മധുബാലൻ, 9ാം ക്ലാസ് വിദ്യാർത്ഥി കൃഷ്ണനന്ദ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. മലയാള വിഭാഗം മേധാവി ദീപ്തി വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രൊഫസർ ഡോക്ടർ P പത്മകുമാറിന്റെ ഒടുക്കമെന്ന കവിത 9ാം ക്ലാസ് വിദ്യാർത്ഥിനി സഫാസിയാദ് ആലപിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർവതി, അധ്യാപിക ശിഖ M എന്നിവർ ആസ്വാദനം അവതരിപ്പിച്ചു. ലളിതാ സഹസ്രനാമം കുട്ടികൾക്കായി ഇംഗ്ലീഷിലെഴുതി ജില്ലാ കളക്ടറുടെ പ്രശംസയ്ക്കും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുകയും ചെയ്ത 8ാം ക്ലാസ് വിദ്യാർത്ഥി വൈഭവ് A പിള്ളയെ സ്കൂൾ മാനേജ്മെന്റ് ചടങ്ങിൽ അനുമോദിച്ചു. 3ാം ക്ലാസ് വിദ്യാർത്ഥിനി ധ്വനി കഥ അവതരിപ്പിച്ചു. 5 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ മലയാള സാഹിത്യത്തിലെ അനശ്വര കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ച് കയ്യടി നേടി. വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് മുഖ്യാതിഥി സമ്മാനദാനം നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ റീന T രഘുനാഥ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം.